Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പരിചയപ്പെടാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്കും അതുപോലെ ഒരു ഹെയർ പാക്കുമാണ്. നമ്മുടെ മുഖത്തെ കുരുകൾ മാറാനായിട്ടും അതുപോലെ നമ്മുടെ തലയിൽ താരൻ മാറാനായിട്ടും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് മാസ്കും ഹെയർ മാസ്കുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഏത്തപ്പഴത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളൊക്കെ പോയി മുഖം നല്ല ക്ലീൻ ആവാനും ഗ്ലോയിങ് ആവാനും അതുപോലെ സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഏത്തപ്പഴം. അപ്പോൾ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം നല്ല നീറ്റാവും, ഗ്ലോയിങ് ആവും. നമ്മുടെ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഹെയർ മാസ്ക് ആണ്. ഹെയർ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഏത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്. പഴത്തിന് എന്താ പറയുക, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. മാത്രമല്ല നമ്മുടെ മുഖമാണെങ്കിലും തലയോട്ടിയാണെങ്കിലും നന്നായിട്ട് മോയ്സ്ചറാക്കി വെക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഏത്തപ്പഴം. അപ്പോൾ ഞാൻ ഇതിലേക്ക് അടുത്തായി ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരു മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഏതാണ്ട് 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷന് കൂട്ടി നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒലിവ് ഓയിൽ. മാത്രമല്ല താരൻ അകറ്റാനും ഒലിവ് ഓയിൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കാം, ഇല്ലെന്നാണെങ്കിൽ ആൽമണ്ട് ഓയിലാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏത്തപ്പഴം വെച്ചുള്ള മറ്റൊരു ഫേസ് പാക്കിൻ്റെ റെമഡി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ഈ ചാനൽ വഴി ഒരുപാട് ഫേസ് പാക്കുകളുടെയും അതുപോലെ ഹെയർ പാക്കുകളുടെയും റെമഡീസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും സ്യൂട്ടാവുന്ന പാക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരില്ലാത്തവർ 1 ടീസ്പൂൺ നാരങ്ങനീരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തൈരിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മുടി നല്ല ഹെൽത്തി ആയിരിക്കാനും സ്ട്രോങ് ആയിരിക്കാനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ് തൈര് ഉപയോഗിക്കുന്നത്. മാത്രമല്ല താരൻ മാറാനും തൈര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് ചൂസ് ചെയ്തത്. നാരങ്ങനീരും സെയിം തന്നെയാണ്. നാരങ്ങനീരാണെങ്കിലും സെയിം ബെനിഫിറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നാരങ്ങനീരാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബനാന പാക്ക്. നമ്മുടെ തലയിലെ താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അതിൻ്റെതായ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മുടി എപ്പോഴും തലയോട്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ സഹായിക്കും. പെട്ടെന്ന് ഡ്രൈ ആയൊന്നും പോവില്ല. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. തലയിൽ താരനും പെൻശല്യം അതുപോലെ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു പാക്കാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇത് ഏത്തപ്പഴം വെച്ചിട്ട് ഫേസ് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ ഒരു അരച്ചെടുത്ത ബനാനയുടെ ബാക്കിയുള്ള പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2 ടീസ്പൂണോളം ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ബാക്കി വേണ്ട വസ്തുക്കൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുഖത്തെ കുരുക്കൾ മാറാനും പാടുകൾ മാറാനും മുഖം നല്ല തിളങ്ങി നല്ല ഷൈനിങ് ആവാനും ഗ്ലോ കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒരു ഏത്തപ്പഴം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക, നമ്മുടെ സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമുക്കറിയാം നല്ലൊരു എക്സ്ഫോലിയേറ്ററാണ്. നമ്മുടെ മുഖത്തെ എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ മുഖത്തെ കുരുക്കൾ പാടുകളൊക്കെ മങ്ങിപ്പോകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ. മാത്രമല്ല പുതിയ കുരുക്കൾ വരുന്നത് തടയാനായിട്ട് ബേക്കിംഗ് സോഡ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തുള്ള കുരുക്കളും പാടുകളും പോവുക മാത്രമല്ല പിന്നീട് മുഖത്തെ കുരുക്കൾ വരാതെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴവും ബേക്കിംഗ് സോഡയും മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ടർമറിക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. മഞ്ഞളില്ലെന്നാണെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി എന്താ പറയുക നമ്മുടെ സ്കിൻ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ കൂടി ചേർക്കുന്നത്.
മഞ്ഞളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. മുഖക്കുരു വരാതെ തടയാനും അതുപോലെ മുഖം നിറം വെക്കാനും രോമവളർച്ച തടയാനായിട്ടൊക്കെ വളരെ നല്ലതാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഫേസ് പാക്കിന് വേണ്ട വസ്തുക്കൾ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തും കൈകാലുകളിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ചിലർ ശ്രദ്ധിക്കണം, കാരണം ചിലർക്ക് പഴം പിടിച്ചു എന്ന് വരില്ല, അലർജി ഉണ്ടാക്കും. അപ്പോൾ അലർജി, ആസ്മ പോലെ ബുദ്ധിമുട്ടുള്ളവർ പഴം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റെന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം, കാരണം ഇത് മുഖക്കുരു മാറാനായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ മുഖക്കുരു ഉള്ളവർ ഉപയോഗിച്ചാലേ റിസൾട്ട് അറിയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ തേച്ച് കാണിക്കുന്നതേ ഉള്ളൂ. മുഖക്കുരു ഉള്ളവർ, മുഖത്ത് പാടുകളുള്ളവരൊക്കെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക, സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ റിസൾട്ട് എന്നെ കമൻറ്റ് വഴി അറിയിക്കുക, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പാക്ക് എന്താ പറയുക, നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള പാക്കാണ്. നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല സ്കിൻ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനും നല്ല എന്താ പറയുക ഡ്രൈ ആവാതെ നല്ല നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ബനാന നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള വസ്തുവാണ്. മാത്രമല്ല ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ബേക്കിംഗ് സോഡ ആണെങ്കിലും തൈരാണെങ്കിലും പിന്നെ എന്താ പറയുക മഞ്ഞളാണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ 2 പാക്കുകളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.